ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ബാങ്ക് നിക്ഷേപങ്ങൾ കൊണ്ട് സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയുമോ, ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പകരമായ നിക്ഷേപ മാർഗങ്ങൾ എന്തെല്ലാമാണ്, ബാങ്ക് നിക്ഷേപങ്ങൾ ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെല്ലാമെന്ന് നോക്കാവുന്നതാണ്. ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ്, റെക്കറിംഗ് ഡിപ്പോസിറ്റ് പോലുള്ള പരമ്പരാഗത നിക്ഷേപങ്ങൾ സുരക്ഷിതമാണെങ്കിലും പലിശ നിരക്ക് സാധാരണ 5% മുതൽ 7% വരെ കുറഞ്ഞതിനാൽ വിലക്കയറ്റത്തോട് ഇൻഫ്ലേഷനോട് പോരാടാൻ പലപ്പോഴും കഴിയുകയില്ല. അതിനാൽ ദീർഘകാല വളർച്ചയ്ക്കായി ബാങ്ക് നിക്ഷേപത്തിന് പകരമായ പല നിക്ഷേപ മാർഗങ്ങൾ പരിഗണിക്കാം. ബാങ്ക് നിക്ഷേപത്തേക്കാൾ മികച്ച നിക്ഷേപ മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഓഹരി അധിഷ്ഠിതമായ മ്യൂച്വൽ ഫണ്ടുകളാണ്. ഓഹരി അധിഷ്ഠിതമായ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ്. ദീർഘകാലത്ത് 10 മുതൽ 15% അതിൽ കൂടുതലോ വരെ ശരാശരി ലാഭം നൽകിയിട്ടുണ്ട്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റിനേക്കാൾ അല്പം കൂടിയ വരുമാനമാണ്. 6% മുതൽ 8% വരെ അത് റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിൽ നിക്ഷേപിക്കുന്ന, അതായത് ബോണ്ട്, ഡിബഞ്ചർ, ട്രഷറി ബില്ല് തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ്. കുറഞ്ഞ റിസ്ക്കാണ്. ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ ഇക്വിറ്റിയും ഓഹരി അധിഷ്ഠിതമായിട്ടുള്ളത്, ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റായ ബോണ്ട്, ഡിബഞ്ചർ, ട്രഷറി ബിൽ തുടങ്ങിയവയിലും നിക്ഷേപിക്കുന്ന ഫണ്ടുകളെയാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. 8% മുതൽ 10% അതിൽ കൂടുതലോ ശരാശരി ലാഭം നൽകിയിട്ടുണ്ട്. പിന്നെ നോക്കേണ്ടത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. പ്രതിമാസം ഒരു ചെറിയ തുക നിക്ഷേപിക്കാം. ഇതുവഴി ക്യാപിറ്റൽ അപ്രീസിയേഷനും കോമ്പൗണ്ടിങ് ബെനിഫിറ്റും ഒക്കെ കിട്ടും. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് നിക്ഷേപിക്കുന്നതിനെ കുറിച്ചാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് നിക്ഷേപിക്കുക എന്നതിനെ കുറിച്ചാണ്. ലാഭസാധ്യത വളരെ കൂടുതലാണ്. 15% മുതൽ 20% അതിൽ കൂടുതലും ലാഭം നൽകിയിട്ടുണ്ട്. എന്നാൽ റിസ്ക് കൂടുതലാണ്. ഇതിൽ നമുക്ക് വേണ്ടത് മാർക്കറ്റ് നോളജ്, മാർക്കറ്റിനെ കുറിച്ചുള്ള അറിവ്, പേഷ്യൻസ്, വെയിറ്റ് ചെയ്യാനുള്ള കഴിവ്. അതായത് മാർക്കറ്റ് നോളജ്, പേഷ്യൻസ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ ഫണ്ടമെൻ്റൽ ആയിട്ടും ടെക്നിക്കൽ അനാലിസിസും അനുസരിച്ച് നിക്ഷേപിച്ചാൽ മികച്ച വളർച്ചയും ലാഭവും നൽകാൻ ഈ നിക്ഷേപത്തിന് കഴിയും. ഇനി ബോണ്ട്, ഡിബഞ്ചർ എന്നിവ. സർക്കാർ ബോണ്ടുകൾ, കോപ്പറേറ്റീവ് ബോണ്ടുകൾ എന്നിവ സ്ഥിരമായി പലിശ ലഭിക്കും. FDനേക്കാൾ ഉയർന്ന റിട്ടേണാണ്. 7 മുതൽ 10% അതിൽ കൂടുതലോ കൊടുക്കുന്നുണ്ട്. സുരക്ഷിതവും മിതമായ റിസ്ക്കുമുള്ള നിക്ഷേപ മാർഗമാണ്. ഇതിൽ റേറ്റിംഗ് ഏജൻസികളുടെ റേറ്റിംഗ് അനുസരിച്ച് നിക്ഷേപിച്ചാൽ അതിനുള്ള റിസ്ക് പരമാവധി കുറഞ്ഞിരിക്കും. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഭൂമി, വീട്, വാണിജ്യ കെട്ടിടങ്ങൾ ദീർഘകാലത്ത് വലിയ മൂല്യവർധന കിട്ടുന്നുണ്ട്. സ്ഥിരമായ വാടക വരുമാനവും ലഭിക്കുന്നു. മാത്രമല്ല ഇതിനൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ലിക്വിഡിറ്റി കുറവാണ്. വലിയ ക്യാപിറ്റലും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഗോൾഡ് നിക്ഷേപങ്ങൾ, ഫിസിക്കൽ ഗോൾഡ്, ഗോൾഡ് ETF, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്, സോവറിംഗ് ബോണ്ട് തുടങ്ങിയവ വിലപ്പെരുപ്പത്തോട് ഇൻഫ്ലേഷനോട് പോരാടാൻ ഏറ്റവും അനുയോജ്യമായ നല്ലൊരു മാർഗമാണ് ഈ നിക്ഷേപം, ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. നാഷണൽ പെൻഷൻ സ്കീം റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് അനുയോജ്യമാണ്. ഇതിൽ ഇക്വിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡെപ്റ്റ് വരുന്നുണ്ട്. ഇക്വിറ്റി ഓഹരി അധിഷ്ഠിതമായിട്ടുള്ളതും അതിൻ്റെ കൂടെ തന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റായിട്ടും ബോണ്ട്, ഡിബഞ്ചർ തുടങ്ങിയവയിലുള്ള എക്സ്പോഷറും കിട്ടുന്നുണ്ട്. ടാക്സ് ബെനിഫിറ്റാണ്. 80C, 80CCD തുടങ്ങിയവ അനുസരിച്ച് നാഷണൽ പെൻഷൻ സ്കീം ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടാണ്. അത് കാലാവധി 15 വർഷമാണ്. പലിശയ്ക്ക് ടാക്സ് ഫ്രീ ആണ്. ഇപ്പോൾ 7.1% സുരക്ഷിതവും ഗ്യാരണ്ടിയുമായ റിട്ടേൺസാണ് ഉള്ളത്. ഇതിൻ്റെ ലോക്കിൻ പീരീഡ് 15 വർഷമാണ്. നിക്ഷേപ തന്ത്രം എന്തെന്ന് നോക്കാവുന്നതാണ്. കുറഞ്ഞ റിസ്ക്, ടാക്സ് സേവിങ്ങുമാണ് ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്, PPF, നാഷണൽ പെൻഷൻ സ്കീം, അതുപോലെ ബോണ്ട് തുടങ്ങിയവയിൽ നിക്ഷേപിക്കുക. മിതമായ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡെപ്റ്റ് ഫണ്ട്, അതായത് ഹൈബ്രിഡ് ഫണ്ട്, ഗോൾഡ് തുടങ്ങിയവയിൽ നിക്ഷേപിക്കാം. ഉയർന്ന റിസ്ക്, സ്വാഭാവികമായി ഉയർന്ന ലാഭമാണ് പ്രതീക്ഷിക്കുന്നത്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് നിക്ഷേപിക്കുക. റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിക്ഷേപ മാർഗങ്ങൾ അവർക്ക് അനുയോജ്യമാണ്. എന്തുകൊണ്ട് ബാങ്ക് നിക്ഷേപം ഒഴിവാക്കപ്പെടണം എന്നുള്ളതാണ്. പലിശ നിരക്ക് കുറഞ്ഞതാണ്. ബാങ്ക് FDയിലെ പലിശ സാധാരണയായി 5% മുതൽ 7% വരെ മാത്രമാണ്. അതേസമയം വിലക്കയറ്റം
ശരാശരി 6% മുതൽ 7% വരെ വരും. അതായത് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണം യഥാർത്ഥത്തിൽ വളരുന്നില്ല, വിലക്കയറ്റം തിന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പർച്ചേസിംഗ് പവർ കുറയുന്നു എന്നുള്ളതാണ്. ടാക്സ് ബാധ്യത കൂടുതലാണ്. FDയിലെ പലിശ പൂർണ്ണമായും ടാക്സബിൾ ഇൻകമായി കണക്കാക്കപ്പെടുന്നു. അത് തന്നെ 30 അതിൽ കൂടുതലോ 30 അതിൻ്റെ മുകളിൽ വരുന്ന സ്ലാബിൽ വരുന്നവർക്ക് പലിശയുടെ വലിയൊരു പങ്ക് നികുതിയായി കൊടുക്കേണ്ടതായിട്ട് വരും. അതിനാൽ നികുതി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ലാഭം യഥാർത്ഥത്തിൽ പലിശയുടെ 4%, 5% മാത്രമാണ്. ഇതുകൊണ്ട് നമ്മുടെ സാമ്പത്തികമായി മേന്മയുണ്ടാക്കാനോ സമ്പത്ത് സൃഷ്ടിക്കാനോ കഴിയുന്നില്ല. ദീർഘകാലത്ത് സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയില്ല. കാരണം ബാങ്ക് നിക്ഷേപം ക്യാപിറ്റൽ ഗ്രോത്ത് കിട്ടുന്നില്ല. മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി, റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ളവ ഗ്രോത്ത് അസറ്റ് ഇല്ലാതെ ഗ്രോത്ത് അസറ്റ് ഇല്ലാതെ ദീർഘകാലത്ത് സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ലിക്വിഡിറ്റി പരിമിതമാണ്. FD തുക അടിയന്തരമായി പിൻവലിക്കുമ്പോൾ പെനാൽറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കുറയുകയും ചെയ്യുന്നു. എമർജൻസിയിൽ പണം പെട്ടെന്ന് കിട്ടുന്നില്ല തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ലിക്വിഡിറ്റി വളരെ പരിമിതമാണ്. റിസ്ക് റിട്ടേൺ അസന്തുലിതാവസ്ഥ. ബാങ്ക് സുരക്ഷിതമാണെങ്കിലും റിട്ടേൺ കുറഞ്ഞ നിക്ഷേപമാണ്. ദീർഘകാലത്ത് സാമ്പത്തിക ലക്ഷ്യങ്ങളായ റിട്ടയർമെൻറ്റ്, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ, ഹൗസ് പർച്ചേസിംഗ് തുടങ്ങിയ ഇങ്ങനെയുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല. സർക്കാർ സുരക്ഷിത പരിധിയുണ്ട് ഏതൊരു ബാങ്ക് നിക്ഷേപത്തിന്. ഒരു ബാങ്ക് തകർച്ചയെ നേരിടുമ്പോൾ 5 ലക്ഷം രൂപ മാത്രമേ DICGL ഇൻഷുറൻസ് പരിരക്ഷയുള്ളൂ. അതിൽ കൂടുതൽ വലിയ തുക മുഴുവനായി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ വലിയ തുക മുഴുവനും ബാങ്കിൽ നിക്ഷേപിക്കുന്നുവെങ്കിൽ സുരക്ഷിതമല്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് 1-2 ഉദാഹരണങ്ങൾ എന്തെന്ന് നോക്കാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് വേഴ്സസ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളെക്കുറിച്ചാണ്. ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് നിക്ഷേപം 1 ലക്ഷം രൂപ നിക്ഷേപിച്ചു. പലിശ 6%, നികുതി 10%. അതായത് ഇൻട്രസ്റ്റിൽ നിന്നുള്ള ടാക്സ് 10%. അപ്പോൾ നമുക്ക് നെറ്റ് റിട്ടേൺ വരുന്നത് 5.4% വരും. 10 വർഷത്തിന് ശേഷം 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 1,70,000 രൂപയാകും. ഇനി അതേസമയം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കണമെന്ന് വിചാരിക്കുക. പലിശ നിക്ഷേപം 1 ലക്ഷം രൂപ, ശരാശരി വാർഷിക റിട്ടേൺസ് 12%. ഇത് ആവറേജ് ഫണ്ടുകൾ 12% കൊടുക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ റിട്ടേൺസ് 12%. ഏതൊരു ശരാശരി ഒരു ഫണ്ട് കൊടുക്കുന്നത്. കാലാവധി 10 വർഷം. 10 വർഷത്തിന് ശേഷം തുക എത്രയെന്ന് നോക്കാം. 3,10,000 രൂപയായിട്ട് മാറും. 3,10,000 ആയിട്ട് മാറും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള അതിൻ്റെ റിസൾട്ട് എന്തെന്ന് വെച്ചാൽ, ഫിക്സഡ് ഡിപ്പോസിറ്റിൽ 70,000 രൂപ മാത്രം അധികമായി കിട്ടുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ 2,10,000 രൂപ അധികമായി കിട്ടുന്നു. 2,10,000 രൂപ അധികമായി കിട്ടുന്നു. പാഠം. FD സുരക്ഷിതമാണ്, വളർച്ചയില്ല. മ്യൂച്വൽ ഫണ്ട് റിസ്ക് ഉണ്ട്, ദീർഘകാലത്ത് വളർച്ച ഇരട്ടിയിലധികം കിട്ടുന്നു. ഇനി രണ്ടാമത്തൊരു ഉദാഹരണം നോക്കാം. അതിൽ ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് വേഴ്സസ് ഇൻഫ്ലേഷൻ. ആദ്യ നിക്ഷേപം 1 ലക്ഷം രൂപ, ബാങ്ക് പലിശ 6%, ഇൻഫ്ലേഷൻ 6%. ഫ്യൂച്ചർ വാല്യൂ എടുത്ത് നോക്കാം. ഫ്യൂച്ചർ വാല്യൂ നോക്കുമ്പോൾ 1 lakh × 1 + 0.06 എന്ന് വരുമ്പോൾ 1,79,000 രൂപ കിട്ടും. ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിൽ 1 ലക്ഷത്തിൻ്റെ വാങ്ങൽ ശേഷി 10 വർഷത്തിന് ശേഷം എത്രയെന്ന് നോക്കാം. ഫ്യൂച്ചർ വാല്യൂ നോക്കുമ്പോൾ 1 lakh / 1 + 0.06 55,800 എന്ന് കിട്ടും. ഈ 55,800 എന്താണെന്ന് നോക്കാം. ഫിക്സഡ് ഡിപ്പോസിറ്റിൽ 1,79,000 കിട്ടുമ്പോൾ വളരുന്നുണ്ട്. പക്ഷേ വാങ്ങൽ ശേഷി 55,800 തുല്യമാണ്. അതായത് 1,79,000 രൂപ ഇൻഫ്ലേഷൻ കഴിച്ച് വരുമ്പോൾ 55,800 രൂപയിൽ എത്ര വാല്യൂ ഉള്ളൂ. അതായത് ബാങ്കിൽ പലിശയും ഇൻഫ്ലേഷനും ഒരേ തോതിൽ, ബാങ്ക് പലിശയും ഇൻഫ്ലേഷനും ഒരേ തോതിലായാൽ പണം വളർന്നാലും മൂല്യം നഷ്ടപ്പെടുന്നു. ഇനി കൺക്ലൂഷൻ. ചുരുക്കത്തിൽ ബാങ്ക് നിക്ഷേപം പണം പാർക്കിങ്ങിന് അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് സൂക്ഷിക്കുവാൻ മാത്രമാണ് നല്ലത്. പക്ഷേ ദീർഘകാല വളർച്ചയ്ക്ക് സമ്പത്ത് സൃഷ്ടിക്കുവാനും മറ്റ് മാർഗങ്ങളായ മ്യൂച്വൽ ഫണ്ട്, ബോണ്ട്, ഡിബെഞ്ചർ, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപം തുടങ്ങിയവ തിരഞ്ഞെടുക്കുന്നതാണ് അനുയോജ്യം.